ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആരാധിക രണ്ടാം ഭാഗം. കാലത്തിനപ്പുറം ഒരു പുനർജന്മ പ്രണയകഥ. ഭാഗം 10. എല്ലാം കണ്ട് അത്ര നേരം മിണ്ടാതെ നിന്ന ഫിനിയും ജക്കുവും ശങ്കരേട്ടനടുത്തേക്ക് വന്നു. അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി, നീയൊക്കെ ഏത് കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരായാലും ഇനി ഈ മുറ്റത്ത് കാല് കുത്തിയാൽ കൊന്നുകളയും. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഫിനി അയാളെ പിടിച്ചു തള്ളി. പിന്നെ അവർ ദക്ഷയുടെ നേരെ തിരിഞ്ഞപ്പോഴേക്കും ശങ്കരേട്ടൻ അവർക്ക് മുന്നിൽ കയറി നിന്നു. വേണ്ട, ഞങ്ങൾ പോവുകയാ. ശങ്കരേട്ടാ! ദക്ഷയുടെ വേദന കലർന്ന വിളി നിരസിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. വരൂ കുട്ടിയെ, ഇപ്പൊ പോവാം. മടിച്ചു നിന്ന അവളെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, വരൂ. അവൾ വിൻസെന്റിനെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്ന് പുറത്തേക്ക് പോയി. അപ്പാ! ഫിന്നി വിൻസെന്റിന്റെ അടുത്ത് എന്ന് വിളിച്ചു. അവൻ എവിടെ? എന്റെ കുഞ്ഞെവിടെ? അയാൾ സുബോധം നഷ്ടപ്പെട്ടതുപോലെ ചാടി എഴുന്നേറ്റ് മുകളിലേക്ക് ഓടി. പീലിക്കുഞ്ഞേ, പീലിക്കുഞ്ഞേ! അപ്പൻ നിലവിളിയോടെ ഓടി വരുന്നത് കേട്ട് ഫിലിപ്പ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അവനെ കണ്ടതും അയാൾ ഓടിച്ചെന്ന് അവന്റെ തോളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ അപ്പനെ വെറുക്കല്ലേടാ, ഈ അപ്പനെ ഇട്ടേച്ചും പോവല്ലേടാ. അത് ഈ അപ്പന് സഹിക്കാൻ പറ്റിയല്ലടാ. അയാൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവനെ ചേർത്ത് പിടിച്ചു. എല്ലാവരും കരയുകയായിരുന്നു. ഫിലിപ്പിന് സഹിക്കാനായില്ല. എന്നതാ അപ്പ ഇത്? ഞാൻ എവിടെ പോവാനാ? എന്റെ ഈ അപ്പനെ വിട്ട്, അമ്മച്ചിയെ ഇവരെയൊക്കെ വിട്ട് ഞാൻ എവിടെ പോവാനാ? ഞാൻ അപ്പന്റെ മോനാ, അപ്പന്റെ മാത്രം. ഇച്ഛായ. അപ്പോഴേക്കും ഫിന്നിയും ജക്കുവും ജെസ്സിയും കൂടെ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞങ്ങളെ ഒന്ന് വിട്ടേച്ച് പോവല്ലേടാ ഇച്ഛായ, നീ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ലടാ. ജക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല, നിങ്ങളെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല, എവിടേക്കും. അവൻ മനസ്സിൽ ഉറപ്പിച്ചു. മേക്കാനായി വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ മുറ്റത്ത് കിടക്കുന്ന കോലോത്തെ കാർ ആദ്യം കണ്ടത് ദക്ഷയായിരുന്നു. അവൾ ശങ്കരേട്ടൻ കാർ നിർത്തും മുന്നേ ചാടി ഇറങ്ങാൻ ശ്രമിച്ചു. നിൽക്കൂ കുട്ടിയെ, ഞാൻ വണ്ടി ഒന്ന് നിർത്തിക്കോട്ടെ. അവൾ ഓടി അകത്തേക്ക് കയറി. അമ്മാമേ എന്ന വിളിയോടെ അവൾ അയാളുടെ തോളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അയാൾ അവളെ പുറത്തു തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യേട്ടൻ വരില്ല, വരില്ല, നമ്മുടെ അടുത്തേക്ക് ആദ്യേട്ടൻ വരില്ല. അവൾ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല കുട്ടി, അങ്ങനെയല്ല. അവൻ വരും, അവൻ വരും. വരാതെ പറ്റില്ല അവന്. നിന്റെ കൂടെ അവന് വരാതെ പറ്റില്ല. അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ജനലഴികളിൽ പിടിച്ച് മുറ്റത്തെ വെയിലിലേക്ക് നോക്കി അവൻ വെറുതെ നിന്നു. 1000 ഉത്തരമില്ലാതെ ചോദ്യങ്ങൾ അവന്റെ ബുദ്ധിമണ്ഡലത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. നീന പറഞ്ഞത് സത്യമാണ്. താൻ ഇവിടത്തെ അല്ല. വിൻസെന്റ് മേക്കാനായിയുടെ മകനല്ല, ഫിലിപ്പല്ല, ആദിയാണ്, ആദിരുദ്രൻ. എന്തിനായിരിക്കും ജന്മം തന്നവർ തന്നെ ഉപേക്ഷിച്ചത്? അല്ല, അവർക്ക് എങ്ങനെയായിരിക്കും തന്നെ നഷ്ടപ്പെട്ടത്? അറിയില്ല. ഒരുപക്ഷെ അവർ തന്നെ കൊണ്ടുപോകാൻ വരുമായിരിക്കും എന്നതിന്റെ ലക്ഷണമായിരുന്നു താൻ കണ്ട സ്വപ്നം. നീന, അവളുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയാതെ കാത്തിരുന്നവൾ. അവളുടെ ആ തപസ്സിന്റെ ശക്തിയാണോ ഇന്നോളം ഒരു പെൺകുട്ടിയും തന്നിലേക്ക് എത്താതിരുന്നത്? അങ്ങനെയുള്ള തനിക്ക് അവളെ എന്തുകൊണ്ട് മറന്നു കളയാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് അവളെ വേദനിപ്പിക്കും തോറും ഇരട്ടിയായ ആ വേദന താൻ അനുഭവിക്കുന്നത്? സത്യമാണ്, എത്ര നിഷേധിച്ചാലും അവൾ തന്റെ മനസ്സിലുണ്ട്. ഒരാളും ഇന്നോളം കടന്നു ചെല്ലാത്തയിടത്ത് അവൾ എത്ര പെട്ടെന്നാണ് സ്ഥാനമുറപ്പിച്ചത്. ഫോണിന്റെ റിംഗ് ചെയ്യുന്ന ശബ്ദം അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തി. ആദിയേട്ടാ! അവൻ എന്തെങ്കിലും പറയും മുന്നേ അവളുടെ ശബ്ദം അവന്റെ കാതുകളിൽ എത്തി. നെഞ്ചിടിപ്പ് കൂടുന്നത് അവൻ അറിഞ്ഞു. ആദിയേട്ടാ! മറുപടിയൊന്നും കിട്ടാഞ്ഞ് അവൾ വീണ്ടും വിളിച്ചു. അവനൊന്ന് മൂളി. ആദിയേട്ടാ എന്ന ആ വിളി, അതിന് മറുപടിയായി മൂളിയതിലൂടെ അവൻ ആദിരുദ്രനാണെന്ന് സ്വയം സമ്മതിക്കുകയായിരുന്നു. എനിക്കൊന്ന് കാണണം. ഇങ്ങനെയൊരു അനുഭവം ആദ്യമായാണ്. എന്താണ് പറയേണ്ടത്? പ്ലീസ് ഏട്ടാ. കാര്യം പറഞ്ഞോളൂ. കാര്യം എനിക്ക് കാണണം. ഞാൻ വീട്ടിലോട്ട് വന്നോട്ടെ? വന്നോളൂ. ആ മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ പോലും. എന്തിനാണ് അവളോട് വന്നോളാൻ അനുവാദം കൊടുത്തത്? തന്റെ മനസ്സിന്റെ കടിഞ്ഞാൺ എവിടെയാണ് നഷ്ടപ്പെടുന്നത്?
അവൻ തല വെട്ടിച്ചു. ഏത് നിമിഷം വേണമെങ്കിലും അവൾ എത്താം. അവന് വല്ലാത്ത പരവേശം തോന്നി. ഒരു പുരോഹിതനായിരുന്ന താൻ, മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്താൻ ശീലിച്ചിരുന്ന താൻ, ഒരു സാധാരണ വ്യക്തിയെ പോലെ ആയത് എത്ര പെട്ടെന്നാണ്. തന്റെ യഥാർത്ഥ അസ്തിത്വം ഇതായിരിക്കും. അവളുടെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ നഷ്ടങ്ങളെല്ലാം മറവിയെ പുൽകുന്നു. അവൻ വേഗത്തിൽ ജനലടച്ച് കുറ്റിയിട്ട് AC ഓൺ ചെയ്ത് ഡോർ ചേർത്തടച്ച് TV ഓൺ ചെയ്തു. അവൾ വരുന്നത് അറിയണ്ട. അപ്പൻ സമ്മതിച്ചില്ലെങ്കിൽ തിരികെ പോയിക്കോട്ടെ എന്ന് അവൻ കരുതി. അധിക സമയം കഴിയും മുന്നേ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. തന്റെ നെഞ്ചിടിപ്പിന്റെ താളം മുറുകുന്നത് അവൻ അറിഞ്ഞു. ഇച്ചായ, ജെസ്സിയുടെ ശബ്ദം കേട്ട് അവൻ വീണ്ടും പരവേശപ്പെട്ടു. എന്തിനാവും അവൾ വിളിക്കുന്നത്? അവൻ വാതിൽ പതിയെ തുറന്നു. അപ്പോൾ ജെസ്സിയുടെ മുഖത്തെ ഭാവം അവന് മനസ്സിലായില്ല. ജെസ്സിക്ക് അകത്തേക്ക് കയറാനായി ഡോറിന്റെ അരികിൽ നിന്നും മാറി തന്റെ പരവേശം അവൾ മനസ്സിലാകാതെ ഇരിക്കാനായി അവൻ പുറംതിരിഞ്ഞു നിന്നു. പിന്നിൽ ഡോർ അടയുന്ന ശബ്ദം അവൻ കേട്ടു. ആദിയേട്ടാ. നിശ്വാസം പോലെ അവളുടെ ശബ്ദം അവന്റെ കാതുകളിൽ വന്നു വീണു. ദക്ഷ. അവൻ ശബ്ദമില്ലാതെ പറഞ്ഞു. തന്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ അവന് തോന്നി. അവൻ പതിയെ തിരിഞ്ഞു. ഇന്നോളം അമ്മച്ചിയും ജെസിമോളും അല്ലാതെ മറ്റൊരു പെണ്ണും കയറി വന്നിട്ടില്ലാത്ത അവന്റെ മുറിയിൽ ആദ്യമായി ഒരു പെൺകുട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മിഴികൾ നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പാൻ വെമ്പുന്നതും അവൻ കണ്ടു. പണ്ടങ്ങോ ഒരിക്കൽ ഇങ്ങനെ ഇവരുടെ മുന്നിൽ നിന്നിട്ടുള്ളതുപോലെ അവന് തോന്നി. ദക്ഷ കണ്ടെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. മുൻപൊരിക്കൽ ഇങ്ങനെ താൻ ആദിയേട്ടന് മുന്നിൽ നിന്നിട്ടുള്ളതുപോലെ. അവളുടെ നോട്ടം കണ്ട് അവൻ മുഖം തിരിച്ചു. അതുകണ്ട് സ്വയം മറന്നു നിന്ന അവൾ പെട്ടെന്ന് സുബോധത്തിലേക്ക് തിരിച്ചെത്തി. ആദിയേട്ട, വരൂ, എനിക്കൊപ്പം ഒന്ന് താഴേക്ക് വരൂ. എന്തിനെന്ന് പോലും ചോദിക്കാതെ അവൻ അനുസരണയോടെ അവളുടെ പിറകെ ചെന്നു. ഇവൾ പറയുന്നത് ഞാൻ എന്തിനനുസരിക്കണമെന്ന് അവന്റെ ബുദ്ധി ചോദിച്ചെങ്കിലും മനസ്സിന് ഉത്തരം കിട്ടിയില്ല. അവൾക്ക് പിറകെ അവൻ സ്റ്റെപ്പുകൾ ഇറങ്ങി. എല്ലാവരും തന്നെ കാത്തു നിൽപ്പുണ്ട്. ആദി. പരിചയമില്ലാത്ത ശബ്ദം കേട്ട് അവൻ ഞെട്ടലോടെയാണ് തിരിഞ്ഞു നോക്കിയത്. ഗ്രീൻ കളർ ഷർട്ടും അതിനൊത്ത കരയുള്ള മുണ്ടും ധരിച്ച അതികായനായ ഒരാൾ. അയാളുടെ മുഖത്തിന് ഭംഗി കൂട്ടി നെറ്റിയിൽ ചന്ദനക്കുറി. കോവിലകത്തെ ആരോ ആണെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. അയാൾ അതിശയത്തോടെ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. പതിയെ അവനടുത്തേക്ക് അടിവെച്ചു. അയാളെ മനസ്സിലാവാതെ അവന്റെ മിഴികൾ ദക്ഷയുടെ മുഖത്തേക്ക് നീണ്ടു. ആദി. അയാൾ അവന്റെ മുഖം കൈകളിൽ കോരിയെടുത്തു. ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവൻ കണ്ടു. അയാൾ അവനെ നെഞ്ചോട് ചേർത്ത് ആ നെറുകയിൽ മുകർന്നു. ദക്ഷ നിറഞ്ഞ മിഴികളോടെ പുഞ്ചിരിച്ചുകൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ അവനോടായി പറഞ്ഞു, അച്ഛൻ, ആദിയേട്ടന്റെ അച്ഛൻ. ഒരു നിമിഷം തന്റെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ അവന് തോന്നി. അവൻ പതിയെ തല ചെരിച്ച് അയാളെ നോക്കി. അവനൊന്ന് വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു. അയാൾ അവനെ വീണ്ടും നെഞ്ചോട് ചേർത്തു. എന്തിനോ കണ്ടു നിന്നവരുടെ കണ്ണുകളിലും നീർപ്പൊടിഞ്ഞു. എന്റെ കുട്ടി. അയാളുടെ ചുണ്ടുകൾ വിറയിലൂടെ ശബ്ദിച്ചു. എന്താ അമ്മാമേ ഇത്, കരയാ? ദക്ഷ അയാളെ കളിയാക്കി. അയാൾ കണ്ണീരിനിടയിലൂടെ പുഞ്ചിരിച്ചു. ആദിയേട്ടാ, ഏട്ടനൊരു സർപ്രൈസ് ഉണ്ട്, ഞെട്ടിക്കുന്ന സർപ്രൈസ്. പിന്നെ വാതിക്കലേക്ക് നോക്കി വിളിച്ചു, ഭദ്രേട്ടാ, കയറി വരൂ. എല്ലാവരുടെയും മിഴികൾ ഒരുപോലെ ആ വാതിക്കലേക്ക് നീണ്ടു. ഒരാൾ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി വന്നു. എല്ലാവരും ഒരുപോലെ ഞെട്ടി. വിശ്വാസം വരാതെ എല്ലാ മിഴികളും അയാളെ തുറിച്ചു നോക്കി. ആദിയുടെ കണ്ണുകൾ വിടർന്ന് പുറത്തേക്ക് വന്നു. അത് കണ്ട് ദക്ഷയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. മറ്റൊരു ആദി. ആദിയെ കണ്ട ഭദ്രൻ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ ഓടി വന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. ആദി. ആദി അപ്പോഴും ഞെട്ടലിൽ നിന്നും മുക്തനായിട്ടുണ്ടായിരുന്നില്ല. ഭദ്രൻ ദക്ഷയെ നോക്കി. പിന്നെ അവന്റെ നെറ്റി ആദിയുടെ നെറ്റിയോട് മുട്ടിച്ചു. അവന്റെ നെറ്റിയിലെ നനവുണങ്ങാത്ത ചന്ദനം ആദിയുടെ നെറ്റിയിലേക്ക് പകർന്നു. അന്തിച്ചു നിൽക്കുന്ന ആദിയെ നോക്കി അവൾ പറഞ്ഞു, ആദിയേട്ടന്റെ ട്വിൻ ബ്രദർ ഭദ്രേട്ടൻ, വേദഭദ്രൻ. മേക്കാനായി കുടുംബം തന്റെ കൈക്കുമ്പിളിൽ നിന്നും ഒലിച്ചു പോകുന്നത് അവൻ ഞെട്ടലോടെ മനസ്സിലാക്കി. തന്റെ മൂത്ത പുത്രനെ നഷ്ടപ്പെടുന്നത് വിൻസെന്റും. ആദിയെ വീണ്ടും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നതുപോലെ ഭദ്രൻ ആദിയുടെ കൈ വിടാതെ മുറുകെ പിടിച്ചു. രവീന്ദ്രനാഥ വർമ്മ വിൻസെന്റിന്റെ അടുക്കലേക്ക് ചെന്നു. സ്വന്തം മകനല്ലാതിരുന്നിട്ടും ഇവനെ നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് വയ്യ. അതുപോലെ നെഞ്ചുപൊട്ടുന്ന ഒരു അച്ഛന്റെ അപേക്ഷയാണ്. ആദിയെ, എന്റെ കുട്ടിയെ ഞങ്ങൾക്ക് തരണം. അയാൾ ഒന്ന് നിർത്തി. അവനെ കാത്ത് ഒരമ്മയുണ്ട്. അയാൾ റോസമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഒരമ്മയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അവനെ ഞങ്ങൾക്ക് തരണം, അപേക്ഷയാണ്. എന്റെ ദേവകി. അയാളുടെ ശബ്ദം ഇടറി. അമ്മാമേ. അയാൾ സങ്കടപ്പെടുന്നത് കണ്ട് ദക്ഷ വിഷമത്തോടെ വിളിച്ചു. അച്ഛന്റെ സങ്കടം കണ്ട് ഭദ്രൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താ അച്ഛാ ഇത്? അയാൾ കണ്ണുകൾ തുടച്ചു. ആദി, ഇവിടുത്തെ അച്ഛനോടും അമ്മയോടും നിനക്ക് സ്നേഹമുണ്ട്.
അവർക്ക് നിന്നിൽ അവകാശവുമുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്കാണ്. അത് നീ മനസ്സിലാക്കണം, അംഗീകരിക്കണം, തിരികെ വരണം. നിന്നെ കാത്ത് നമ്മുടെ അമ്മയുണ്ട് അവിടെ. നീ ജീവനോട് ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാതെ നിന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. നീ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ ഞങ്ങളുടേതാണ്, വരണം. ആദി ഒന്നും മിണ്ടിയില്ല. പറയൂ ആദിയേട്ടാ, വരില്ലേ? അവന്റെ നിശബ്ദതയിൽ അപ്പന്റെ ശബ്ദമുയർന്നു. വരും, അവൻ വരും.